എവ്രിവൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അപ്പോൾ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ ചാപ്റ്റർ 2 പാർട്ട് 1 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ് കേട്ടോ അതിൻ്റെ. അപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻ്റെയും ബാങ്കിങ്ങിൻ്റെയും EDPയുടെയും പുതിയ പ്ലേലിസ്റ്റുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ പ്ലേലിസ്റ്റുകളിലെ വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതിലാണ് നമ്മൾ സിമ്പിൾ നോട്ട്സ് വെച്ച് ചെയ്തിട്ടുള്ള വീഡിയോസ് കേട്ടോ. മുന്നത്തെ ഇയേഴ്സിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാം, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ടെക്സ്റ്റ് ബുക്ക് കാണിച്ചുകൊണ്ട് ചെയ്യുന്ന വീഡിയോസാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ എല്ലാ വീഡിയോൻ്റെ തുടക്കത്തിൽ ഇത് പറയുന്നുണ്ട്. എന്നാലും കുട്ടികൾ പഴയ വീഡിയോസ് തന്നെ കണ്ട് അതിൻ്റെ അടിയിൽ കമൻസ് കാണുന്നതുകൊണ്ടാണ് ഞാനിതെടുത്ത് പറയുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വരും സെമ്മുകളിലായാലും ഇതേപോലെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ പാർട്ട് 1 ചാപ്റ്റർ 2 പാർട്ട് 1 ഇവിടം വരെ എടുത്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് കമ്പനീസ് രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിലിമിനറി ഓർ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് ആൻഡ് പ്രൊവിഷണൽ കോൺട്രാക്ട്സ് എന്നുള്ളതാണ്. അതായത് പ്രിലിമിനറി കോൺട്രാക്ട്സ് ഉണ്ട്, പ്രൊവിഷണൽ കോൺട്രാക്ട്സ് ഉണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രിലിമിനറി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ മെയ്ഡ് ബൈ പ്രൊമോട്ടേഴ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി കമ്പനി ബിഫോർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. അതായത് പ്രൊമോട്ടേഴ്സ് ഒരു ഐഡിയ കൊണ്ടുവന്ന് അതിനെ റിയാലിറ്റിയിലോട്ട് മാറ്റുന്നത്. അതായത് ക്രിഷ് ടോക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ളൊരു ഐഡിയ ഞാൻ കൊണ്ടുവന്നു, അതിനെ റിയാലിറ്റിയിലോട്ട് മാറ്റുവാണ്. അപ്പം എന്നെയാണ് പ്രൊമോട്ടർ എന്ന് വിളിക്കുക. അപ്പോൾ ആ ഒരു പ്രൊമോട്ടർ എന്താ പറയുക, കമ്പനിക്ക് പകരമായിട്ട് പ്രൊമോട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റാണ് പ്രിലിമിനറി കോൺട്രാക്ട്. ഇൻകോർപ്പറേഷൻ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇൻകോർപ്പറേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജാണ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ സ്റ്റേജിലോട്ട് എത്തിയിട്ടില്ല, നമ്മളിപ്പോഴും പ്രൊമോഷൻ സ്റ്റേജിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പ്രൊമോട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് പ്രിലിമിനറി കോൺട്രാക്ട്. പ്രൊമോട്ടേഴ്സ് ആർ പേഴ്സണലി ലയബിൾ ഫോർ ദീസ് കോൺട്രാക്ട്സ്. ഇതിന് പ്രൊമോട്ടേഴ്സ് തന്നെയാണ് പേഴ്സണലി ലയബിൾ ആയിട്ടിരിക്കുന്നതും. റിലേറ്റ് ടു പ്രോപ്പർട്ടി ഓർ അതർ മാറ്റേഴ്സ് ദ പ്രൊമോട്ടേഴ്സ് വിഷ് ടു സെക്യൂർ ഫോർ ദി കമ്പനിക്ക് വേണ്ടി എന്താ പറയുക, കമ്പനിയുടെ പ്രോപ്പർട്ടി മറ്റ് കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണിത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എ പ്രൊമോട്ടർ സൈൻസ് എ ലീസ് അഗ്രിമെൻറ്റ് ഫോർ ഓഫീസ് സ്പേസ് ബിഫോർ ദ കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ്. ഇപ്പം എന്താ പറയുക, ക്രിഷ് ടോക്സിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങുകയും അല്ലെങ്കിൽ ഒരു മൈക്ക് വാങ്ങുകയും ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതാണ് ഈ ഒരു പ്രിലിമിനറി കോൺട്രാക്ട്. അപ്പോൾ നമ്മളൊരു ബിസിനസ് നമ്മൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ എനിക്കൊരു ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങണം. അപ്പോൾ ഒരു ഫാക്ടറി ഞാൻ ബിസ്ക്കറ്റൊക്കെ അതിലുണ്ടാക്കി തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു സ്ഥലം വേണം, എനിക്ക് അവിടെ ഒരു ബിൽഡിംഗ് വെക്കണം ഇല്ലേ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല കോൺട്രാക്ട്സിലും നമ്മൾ ഒപ്പുവയ്ക്കേണ്ടി വരും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫാക്ടറി റൺ ചെയ്യുള്ളൂ. അപ്പോൾ ഫാക്ടറി റൺ ചെയ്യുന്ന സ്റ്റേജാണ് ഇൻകോർപ്പറേഷൻ. അതിന് മുന്നേ ഉള്ളതാണ് പ്രൊമോഷൻ സ്റ്റേജ്. അപ്പോൾ ആ പ്രൊമോഷൻ സ്റ്റേജ് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് പ്രൊമോഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്, ഇവിടെയാണ് കേട്ടോ. ഇൻകോർപ്പറേഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ പ്രവർത്തനം ആരംഭിക്കുന്ന സ്റ്റേജ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പിലാണ് നമ്മൾ പ്രിലിമിനറി കോൺട്രാക്ട് സൈൻ ചെയ്യുക. അതായത് നമ്മൾ ആ ഒരു ഇൻകോർപ്പറേഷൻ, നമ്മൾ പ്രവർത്തനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ലാൻഡ് വാങ്ങണം, ബിൽഡിംഗ് പണിയണം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രാക്ട്സിൽ നമ്മൾ സൈൻ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് പ്രിലിമിനറി കോൺട്രാക്ട്സ്. ഇനി പ്രൊവിഷണൽ കോൺട്രാക്ട്സ് എന്ന് വെച്ചാൽ എൻറ്റേർഡ് ഇൻ ടു ബൈ ദി കമ്പനി ആഫ്റ്റർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ബട്ട് ബിഫോർ റിസീവ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദി ബിസിനസ്. നമ്മൾ ഈ ഇൻകോർപ്പറേഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ്, അതായത് പ്രവർത്തനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്കതിൻ്റെ ഇത് കിട്ടാം, സർട്ടിഫിക്കറ്റ് കിട്ടാം. പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സെറ്റപ്പ് ചെയ്യുന്നു, നമ്മൾ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓക്കെ ആക്കണം. അതാണ് ഇൻകോർപ്പറേഷൻ സ്റ്റേജ്. അങ്ങനെ ഓക്കെ ആക്കിയതിന് ശേഷമാണ് നമുക്ക് ആ ബിസിനസ് തുടങ്ങാനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, കമൻസ്മെൻറ്റ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള കോൺട്രാക്റ്റ് ആണ് പ്രൊവിഷണൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് പ്രൊമോഷൻ സ്റ്റേജ് ഉണ്ട്, ഇൻകോർപ്പറേഷൻ സ്റ്റേജ് ഉണ്ട്, ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊമോഷൻ്റെയും ഇൻകോർപ്പറേഷൻ്റെയും ഇടയിലായിരുന്നു പ്രിലിമിനറി കോൺട്രാക്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇൻകോർപ്പറേഷൻ്റെയും സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് കിട്ടുന്നതിൻ്റെ ഇടയിലാണ് പ്രൊവിഷണൽ കോൺട്രാക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. become regular and enforceable automatically once the company receives the certificate. Relate to business operations. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓപ്പറേഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാനോ എംപ്ലോയീസിനെ നമ്മൾ ഹയർ ചെയ്യില്ലേ,
അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് ഈ പ്രൊവിഷണൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ കമ്പനി സൈൻസ് എ കോൺട്രാക്ട് ടു പർച്ചേസ് സോഫ്റ്റ്വെയർ ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ ബട്ട് ബിഫോർ റിസീവിംഗ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുന്നേ, എന്നാൽ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റേജിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാണെങ്കിൽ അതാണ് പ്രൊവിഷണൽ കോൺട്രാക്റ്റ്. രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഒരു ടോപ്പിക്കാണ് വാട്ട് ഈസ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത്. ഇതൊരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആഫ്റ്റർ രജിസ്ട്രേഷൻ ആൻഡ് ഗെറ്റിംഗ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ദ കമ്പനി ഈസ് റെഡി ടു ഫ്ലോട്ടേഷൻ ദാറ്റ് ഈസ് ടു സേ ഇറ്റ് ക്യാൻ ഗോ എഹെഡ് വിത്ത് ദ റേസിംഗ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ടു കമൻസ് ദ ബിസിനസ് ആൻഡ് ടു ക്യാരി ഇറ്റ് ഓൺ സാറ്റിസ്ഫാക്ടറി. അതായത് ഒരു പബ്ലിക് കമ്പനി പബ്ലിക്കിലോട്ട് ഷെയർസും സെക്യൂരിറ്റീസൊക്കെ ഇഷ്യൂ ചെയ്യുമല്ലോ, അവർക്ക് പ്രവർത്തിക്കാനായിട്ട് ക്യാപിറ്റൽ ആവശ്യമാണ്. ആ ക്യാപിറ്റൽ റേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഷെയർസ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ. ആ ഒരു ക്യാപിറ്റൽ ജനങ്ങളിൽ നിന്ന് നമ്മൾ എന്താ പറയുക നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ? ഇതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്, ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. കമ്പനി രജിസ്ട്രാർ ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ കൺഫേമിംഗ് ദാറ്റ് എ കമ്പനി ഹാസ് ബീൻ ഇൻകോർപ്പറേറ്റഡ് ആൻഡ് ഈസ് എ രജിസ്റ്റേർഡ് എൻറ്റിറ്റി അണ്ടർ ദി കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തോട്ടെ, പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടെ എന്ന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് സെർവ്സ് ആസ് എ പ്രൂഫ് ഓഫ് ദി കമ്പനീസ് എക്സിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു കമ്പനി, ഇങ്ങനെ ഒരു കമ്പനി നിലവിലുണ്ട്, ഒരു പ്രൂഫ് പോലെ. ഇപ്പോൾ അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും, ലൈസൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഒക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് ലൈസൻസും ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതൊക്കെ എടുത്ത് നമ്മൾ ഓക്കെ ആയാലേ നമുക്ക് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ അടുത്ത ഏരിയ ആണ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ദ കമ്പനി. വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഇതിൽ നമുക്ക് മെയിനായിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഒക്കെ പഠിക്കാനുണ്ട്. ഷോർട്ട് എസ്സേക്കും എസ്സേക്കും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം അത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്, ഒരു കമ്പനി നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ഫോർ ദി രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ ഓഫ് ദ കമ്പനി. രജിസ്ട്രേഷനും കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സ്റ്റേജിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മീനിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. MOA, വാട്ട് ഈസ് MOA, എക്സ്പ്ലെയിൻ MOA എന്നൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് എക്സാമിന് ചോദിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവരുത്. MOA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഷോർട്ട് ഫോം ആണ്. ഇതൊരു കമ്പനി ഡോക്യുമെൻ്റ് ആണ്, ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഫണ്ടമെൻ്റൽ കണ്ടീഷൻസ് അപ്പോൺ വിച്ച് ദ കമ്പനി ഈസ് രജിസ്റ്റേർഡ് ആൻഡ് ഇറ്റ് ഇസ് മാൻഡേറ്ററി ഡോക്യുമെൻറ്റ് ഫോർ ഇൻകോർപ്പറേഷൻ. ആ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് MOA എന്ന് പറയുന്നത്. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ഡോക്യുമെൻ്റ് കൂടിയാണ് ഇത്. നെക്സ്റ്റ് നമുക്കിതിൽ നോക്കാനുള്ളത് റിക്വയർമെൻറ്റ്സ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നിർബന്ധമായിട്ട് അതിൽ വേണ്ടത്? നെയിം ഓഫ് ദ കമ്പനി വേണം, സ്റ്റേറ്റ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് വേണം, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കമ്പനി വേണം, ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ്, എത്രത്തോളം ലൈബിലിറ്റീസ് ഉണ്ടെന്നുള്ളത് മെമ്പേഴ്സിന് അതുണ്ടായിരിക്കണം, ദെൻ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഇത്രയും കാര്യങ്ങളാണ് അതിലെ റിക്വയർമെൻറ്റ്സ്. ഇനി ഇതേപോലെ തന്നെ കണ്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കണ്ടൻസ് ഇതൊക്കെയാണ്. നെയിം ക്ലോസ് വേണം, കമ്പനിയുടെ പേര് യുണീക്കായിരിക്കണം, വേറൊരാൾ ഉപയോഗിച്ച പേര് നമ്മുടെ കമ്പനിക്ക് ഇടാൻ പാടില്ല. ദെൻ സിറ്റുവേഷൻ ഓർ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, അതായത് ഓഫീസിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളാണ്, കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളാണ് അതിൽ നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഈ കമ്പനി തുടങ്ങാനുള്ള പർപ്പസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ദെൻ ലൈബിലിറ്റി ക്ലോസ് കമ്പനി മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റിയാണ്. ദെൻ ക്യാപിറ്റൽ ക്ലോസ് എത്രത്തോളം ഷെയർ ക്യാപിറ്റൽ ഉണ്ട് എന്നുള്ളത്. ദെൻ അസോസിയേഷൻ ക്ലോസ് കണ്ടെയ്ൻ ദ സിഗ്നേച്ചർ ഓഫ് ദി സബ്സ്ക്രൈബേഴ്സ് ടു ദ MOA. നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ അതിലുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ സിഗ്നേച്ചർ നമ്മൾ വാങ്ങി വെക്കാനായിട്ടുണ്ട്. who must agree to form the company and take at least 1 share each. അതായത് കമ്പനി തുടങ്ങാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നൽകി ഒരു ഷെയറെങ്കിലും എടുത്തിട്ടുള്ളവരെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുക. അപ്പോൾ അവരുടെ സിഗ്നേച്ചർ നമ്മൾ മസ്റ്റായിട്ടും വാങ്ങിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിലെ MOAയിലെ കണ്ടൻസ് എന്ന് പറയുന്നത്. ഇത് ഷോർട്ട് എസ്സേ ആയിട്ടാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. ഇനി അടുത്തത് ഓൾട്രേഷൻ ഓഫ് മെമ്മോറാണ്ടം ആണ്. നമുക്ക് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്.
So the memorandum of association is the charter of the company and it cannot be altered easily. ഇത് വളരെ ലീഗൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണല്ലോ, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് തോന്നിയ പോലെ അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. പക്ഷേ ദ കമ്പനീസ് ആക്ട് റെസ്ട്രിക്ട്സ് ഇറ്റ്സ് ഓൾട്രേഷൻ ബട്ട് ഇറ്റ് ക്രിയേറ്റ്സ് എ നമ്പർ ഓഫ് ഡിഫിക്കൽട്ടീസ്. ദ കമ്പനി ആക്ട് എലോ ദ ഓൾട്രേഷൻ എക്സെപ്ഷണൽ കേസസ്. ഓൾട്രേഷൻ വരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസിലി പറ്റില്ല, പക്ഷെ ചില കേസിൽ നമുക്ക് വരുത്താൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഓൾട്രേഷൻ ഓഫ് നെയിം ക്ലോസ് ആണ്. നെയിം ക്ലോസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ എൻ്റർ ദ ന്യൂ നെയിം ഇൻ ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. കമ്പനി രജിസ്ട്രാറിൽ പോയിട്ട് പുതിയ നെയിം, പഴയ നെയിമിൻ്റെ പകരം പുതിയ നെയിം എൻ്റർ ചെയ്ത് നമുക്ക് മാറ്റം വരുത്താം. ദെൻ ഇഷ്യൂ എ ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വിത്ത് ദ ന്യൂ നെയിം. അത് മാത്രമല്ല പുതിയ നെയിമോട് കൂടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നമ്മൾ ഇഷ്യൂ ചെയ്യുകയും വേണം. അടുത്തത് ഓൾട്രേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസാണ്. നമുക്കിപ്പോൾ ഓഫീസ് പുതിയ ലൊക്കേഷനിലോട്ട് മാറ്റുവാണെങ്കിൽ അത് നമുക്ക് ചേഞ്ച് വരുത്താവുന്നതാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ 15 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ ഒബ്ജക്റ്റ് ക്ലോസിലും നമുക്ക് മാറ്റം വരുത്താനായിട്ട് ദ ഒബ്ജക്റ്റ് ക്ലോസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് സെൻസിറ്റീവ് ക്ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിലും നമുക്ക് മാറ്റം വരുത്താം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് എ കമ്പനി വാണ്ട്സ് ടു ചേഞ്ച് ഇറ്റ്സ് ഒബ്ജക്റ്റ് ഇറ്റ് മസ്റ്റ് പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. പോസ്റ്റൽ ബാലറ്റ് വഴി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് വേണം, എല്ലാവരും അംഗീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഒബ്ജക്റ്റീവ്സിൽ മാറ്റം വരുത്താനായിട്ട് പാടുള്ളൂ എന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ നമുക്ക് എത്ര ടോട്ടൽ മണി റിസീവ് ചെയ്തു, മണി യൂട്ടിലൈസ്ഡ് ഫോർ ദ ഒബ്ജക്ട്സ്, യൂട്ടിലൈസ്ഡ് എമൗണ്ട് ഔട്ട് ഓഫ് മണി റിസീവ്ഡ്, ഇതൊക്കെ നമ്മൾ ഒരു നോട്ടീസിലൂടെ, നോട്ടീസ് ഓഫ് ദ റെസൊല്യൂഷനിൽ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ ഈ ഒരു നോട്ടീസ് നമ്മൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റീവ്സിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കുള്ളൂ. ദെൻ ഓൾട്രേഷൻ ഓഫ് ക്യാപിറ്റൽ ക്ലോസ് ആണ്. ക്യാപിറ്റൽ ക്ലോസിൽ ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും ഇതേപോലെ സെയിം പ്രൊസീജിയർ നമ്മൾ പാലിക്കണം. ദെൻ സബ്സ്ക്രിപ്ഷൻ ക്ലോസിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ സാധിക്കില്ല എന്നാണ് പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ഓഫ് ദ മെമ്മോറാണ്ടം അസോസിയേഷൻ കനോട്ട് ബി ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതിൽ വരുന്ന കണ്ടൻസ്, അതിൻ്റെ ഓൾട്ടറേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ MOAയിൽ പഠിച്ചത്. ഇനി അടുത്തത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആണ്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഈസ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്. ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണെങ്കിൽ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആണ്. ഇനി ഇതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുണ്ടാവുക, അതിൻ്റെ പർപ്പസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. പർപ്പസ് എന്ന് പറയുന്നത് the article of association is document regulating the rights of members of the company among themselves, the manner in which the business of the company shall be conducted. ഓരോ മെമ്പേഴ്സിനും എന്തൊക്കെ അവകാശങ്ങളുണ്ട്, എങ്ങനെയായിരിക്കണം നമ്മുടെ കമ്പനി മുന്നോട്ട് പോകേണ്ടത്, ഇതാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഉണ്ടാവുക. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കമ്പനിയുടെ പേര്, കമ്പനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എത്ര മെമ്പേഴ്സ് ഉണ്ട്, മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണെങ്കിൽ എങ്ങനെ ഒരു കമ്പനി പ്രവർത്തിക്കാം എന്നാണ് നമ്മൾ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പറയുന്നത്. അപ്പോൾ അതിൽ എന്താ പറയുക, കണ്ടൻസ് കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂഷൻ ഓർ അഡോപ്ഷൻ ഓഫ് പ്രിലിമിനറി കോൺട്രാക്ട്സ്, ഷെയർ ക്യാപിറ്റൽ, റൈറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്, പേയ്മെൻറ്റ് ഓഫ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ, ലീൻ ഓൺ ഷെയർസ്, കോൾസ് ഓൺ ഷെയർസ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്, ദെൻ ഓൾട്രേഷൻ, കൺവേർഷൻ ഓഫ് ഷെയർസ്, ക്യാപിറ്റലൈസേഷൻ, ഇങ്ങനെ ഒത്തിരി ഒരു 25 എണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസും, ഇത്രയും കാര്യങ്ങളാണ് അതിൽ കണ്ടൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് സ്ക്രീൻ നോക്കിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് ദി മെമ്പേഴ്സ്, സീൽ ഓഫ് ദ കമ്പനി, ഡിവിഡൻഡ് ആൻഡ് റിസർവ്സ്, അങ്ങനെ തുടങ്ങി ഒത്തിരി കണ്ടൻസ് ആണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ അത്ര തന്നെ പഠിച്ചാൽ മതി നമ്മൾ. ഇനി നമുക്ക് മെയിനായിട്ട് ഇത് എങ്ങനെ ക്വസ്റ്റ്യൻ വരാമെന്ന് വെച്ചാൽ ഇതേപോലെ ക്ലാസിഫിക്കേഷനാണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെ നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ടേബിൾ ചെയ്ത് നമുക്ക് എഴുതേണ്ടി വരും. ഇത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെയും നമ്മൾ ഈ ടേബിൾ ആ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങൾക്ക്. ഇനി അടുത്ത ഇതിലൊരു ടോപ്പിക് ഡോക്ട്രീൻ ഓഫ് അൾട്രാ വൈറസ് എന്നുള്ളതാണ്. ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ കുറച്ച് ലെങ്തി ആയി പോകും നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ അത്യാവശ്യം ലെങ്തി ആണ്, അതാണ് നമ്മൾ ഇത്രയും പാർട്ടായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ കാണുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത് ആ വീഡിയോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്, താങ്ക് യു.